ഹലോ ഫൈറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജോളി താടത്തുയാലിൽ. അപ്പൊ നമ്മൾ ഇന്ന് വേർബ്സിനെ സ്പ്ലിറ്റ് ചെയ്യാനാണ് പഠിക്കുന്നത്. വേർബ്സിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞ നമ്മുടെ ഈ ഇംഗ്ലീഷ് ഗ്രാമറിലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ. കാരണം ഇതറിയാമെങ്കിൽ ഒരു സെന്റൻസിനെ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആക്കാം, ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ കണ്ടുപിടിക്കാം, സെന്റൻസിനെ എങ്ങനെ നെഗറ്റീവ് സെന്റൻസ് ആക്കാം, റിപ്പോർട്ടഡ് സ്പീച്ച്, പാസീവ് വോയിസ് എന്ന് വേണ്ട ഒരുവിധ എല്ലാ സെക്ഷനിലും നമുക്ക് വേർബ്സിനെ സ്പ്ലിറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ഇനി വേർബ്സിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഞാൻ വേർബ്സിന്റെ ഫോംസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. വേർബ്സിന് 4-5 ഫോംസ് ഉണ്ട്. ഒന്നാമത്തെ ഫോം എന്ന് പറഞ്ഞാൽ വേർബിന്റെ ബേസ് ഫോം ആണ്. രണ്ടാമത്തത് വേർബിന്റെ ഫസ്റ്റ് ഫോം V1 ആണ്. മൂന്നാമത്തത് വേർബിന്റെ എസ് ഫോം ആണ്. പിന്നെ നാലാമത്തത് V2 ആണ്. പിന്നെ V3 ഉണ്ട്. ഇത് കൂടാതെ വെർബിന്റെ ഒരു ING ഫോം ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാലോ. വെർബിന്റെ ING ഫോം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇവിടെ എഴുതി കാണിച്ചു തരാം. ഇത്രയും ഭാഗമുണ്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ള വെർബിന്റെ ഫോംസ്. ആദ്യത്തെ ഫോംസ് എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവേ. ആദ്യം നമുക്ക് ഈറ്റ് എന്നുള്ള വെർബ് എടുക്കാം. ഈറ്റിന്റെ ബേസ് ഫോമും V1 സെയിം ആണ്, ഈറ്റ് തന്നെയാണ്. എസ് ഫോം എന്ന് പറഞ്ഞാൽ വെർബിന്റെ കൂടെ എസ് ചേർക്കുന്നതിനെയാണ് നമ്മൾ എസ് ഫോം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോ ഈറ്റ്സ് എന്ന് വരും. ഇനി ഇതിന്റെ കൂടെ V2, ഈറ്റിന്റെ V2 എന്താ? 8 ആണ്, ATE. V3 ആണെങ്കിൽ ഈറ്റൺ ആണ്. ഇനി വെർബിന്റെ ING ഫോം എങ്ങനെയാ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ഫോമിലെ ഇതിന്റെ കൂടെ ING ചേർത്താൽ മതി. അപ്പൊ ഈറ്റിംഗ് എന്ന് വരും. അപ്പൊ വെർബിന്റെ ഫോംസ് ഇതാണ്. ഈറ്റ് എന്ന് പറഞ്ഞ ബേസ് ഫോം ആണ്. ഈറ്റ് V1 ഈറ്റ് തന്നെയാണ്. എസ് ഫോം ഈറ്റ്സ് ആണ്. 8 എന്ന് പറഞ്ഞാൽ അതിന്റെ V2 ആണ്. ഈറ്റൺ എന്ന് പറഞ്ഞാൽ V3 ആണ്. ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെർബിന്റെ ING ഫോം ആണ്. അടുത്തത് എന്താണ്? നമുക്ക് അടുത്ത ഫോം നോക്കാം അല്ലെ. ഒരു റൈറ്റ് എന്ന് പറഞ്ഞ ഒരു വെർബ് എഴുതുക. ഇതിന്റെ ബേസ് ഫോം റൈറ്റ് തന്നെയാണ്. V1 എന്തുവാണ്? റൈറ്റ് തന്നെയാണ്. എസ് ഫോമോ റൈറ്റ്സ് ആണ്. V2ഓ റോട്ട് ആണ്. V3ഓ റിട്ടേൺ ആണ്. ഇനി എന്തായിരിക്കും ING ഫോം? ബേസിന്റെ കൂടെ ING ചേർത്താൽ മതി. അപ്പൊ റൈറ്റിംഗ് എന്ന് വരും. ഓക്കെ, റൈറ്റ്, റോട്ട്, റിട്ടേൺ എന്ന് നമ്മൾ പറയാറില്ലേ? ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. അത് തന്നെ ഞാനൊന്ന് കുറച്ചുകൂടി വിപുലീകരിച്ച് എഴുതിയെന്ന് മാത്രം. അപ്പൊ ഒരു 90% കേസുകളിലും വെർബിന്റെ ബേസ് ഫോമും V1 സെയിം ആയിരിക്കും. അതിന് അപ്പോ 90% കേസുകൾ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അങ്ങനെ അല്ലാത്ത കേസുകളുണ്ട്, എക്സെപ്ഷൻ കേസ് ഉണ്ട്. അത് ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. വെർബിന്റെ ബേസ് ഫോം ഉണ്ട്, V1 ഉണ്ട്, എസ് ഉണ്ട്, V2 ഉണ്ട്, V3 ഉണ്ട്, വെർബിന്റെ ING ഫോം ഉണ്ട്. ഇനി V1 എസ് ഫോമും പൊതുവെ സെയിം മീനിങ്സ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോൺകോഡിന്റെ ഫസ്റ്റ് റൂളിനകത്താണ് വരുന്നത്. V1 പകരം നമ്മൾ എസ് ഫോം ഉപയോഗിക്കും. അപ്പൊ പരദൂഷണം പറച്ചിലും കോൺകോഡ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എവിടെയാണ് നമ്മൾ V1 ഉപയോഗിക്കുന്നത്, എവിടെയാണ് നമ്മൾ എസ് ഫോം ഉപയോഗിക്കുന്നതെന്ന്. അപ്പൊ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അത് കയറി കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി ഞാൻ ഇത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി പഠിക്കാനുള്ളത് വേർബിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന കേസുകളിലാണ്. ഇവിടെ ഉണ്ടല്ലോ, ഇതില് നമുക്ക് ഓരോ വെർബുകൾക്കും അതിന്റെ കൂടെ സഹായക ക്രിയ അഥവാ ഓക്സിലറി വെർബുകൾ ഉണ്ടാവും. ചില സെന്റൻസുകളുടെ കൂടെ ഓക്സിലറി വെർബ് ഉണ്ടാവും, ചിലതിന്റെ കൂടെ ഉണ്ടാവില്ല. അത് ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഈ പറഞ്ഞ രണ്ട് സാധനങ്ങളില്ലേ, V3യും ING ഫോമും, ഇതിന്റെ കൂടെ എപ്പോഴും ആരുണ്ടാവും? ഓക്സിലറി വെർബുകൾ ഉണ്ടാവും, സഹായക ക്രിയ ഉണ്ടാവും. ഇവര് ഭയങ്കര പേടിത്തൊണ്ടന്മാരാണ്. സോ ഇവർക്ക് എന്തുണ്ടാവും? എപ്പോഴും കൂടെ ആരെങ്കിലും വേണം. പേടിയല്ലേ? അതുകൊണ്ട് സഹായിക്കാൻ വേണ്ടി കൂടെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. സോ V3യും ING ഫോമുകൾ, V3യുടെ കൂടെയും ING ഫോമിന്റെ കൂടെയൊക്കെ എപ്പോഴും ആരുണ്ടാവും? ഓക്സിലറി വെർബ് ഉണ്ടാവും. അതേ സമയത്ത് V1 എസ് V2 ഈ 3 സാധനങ്ങളുടെ കൂടെ ഇതിന്റെ മൂന്നിന്റെയും കൂടെ ഓക്സിലറി വെർബ് ഉണ്ടാവില്ല. അപ്പൊ ഈ 2 സാധനങ്ങളുടെ കൂടെ ഓക്സിലറി വെർബ് ഉണ്ടാകും. V3യുടെ INGയുടെ കൂടെ ഉണ്ടാകും. ബാക്കി 3 കൂടെ ഉണ്ടാവില്ല. ബേസ് ഫോം നമുക്കിപ്പോ ഒരു റെഫറൻസ് പോലെ വെച്ചേക്കുന്ന സാധനമാണ്.
നമുക്ക് എല്ലാത്തിനും ഓരോ റെഫറൻസുകൾ ഉണ്ടാവില്ലേ, അതുപോലെ ഇങ്ങനെ റെഫറൻസ് ആയിട്ട് വെച്ചേക്കുക, ഇയാളെ പോലെ എന്ന രീതിയിൽ റെഫറൻസ് ആയിട്ട് വെച്ചേക്കണം ബേസ് ഫോം. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇത്രയാണ് V1 S ഫോം V2. ഇനി നമുക്ക് ചില കേസുകളിൽ, ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു ക്വസ്റ്റ്യൻ ടാഗിന്റെ കേസുകളിൽ, ഒരു സെന്റൻസിനെ ക്വസ്റ്റ്യൻ ആക്കുന്ന കേസുകളിൽ, നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കുന്ന കേസുകളിലൊക്കെ നമുക്ക് പലപ്പോഴും ഓക്സിലറി വെർബ് അത്യാവശ്യമായിട്ട് വരും. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയും. എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു ചോക്ലേറ്റ് ഇരിക്കുക, ഞാനൊരു ചോക്ലേറ്റ് എന്റെ വീട്ടിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് എന്റെ കൂട്ടുകാരി വരുന്നത്. എന്റെ കൂട്ടുകാരി വരുമ്പോൾ സ്വാഭാവികമായി ഞാൻ എന്ത് ചെയ്യണം? എന്റെ ചോക്ലേറ്റ് ഒന്നെങ്കിൽ എന്റെ ചോക്ലേറ്റ് പകുതിയായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ എന്റെ കയ്യിൽ എക്സ്ട്രാ വേറെ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. അതുപോലെ നമുക്ക് ചില കേസുകളിൽ ഓക്സിലറി വെർബ് അത്യാവശ്യമാണ്. ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് അതിരിക്കട്ടെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്റെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതങ്ങ് കൊടുത്തേച്ചാൽ മതി. ഈ V3യുടെയും INGയുടെയും കേസിൽ അങ്ങനെയാണ്. അവരുടെ കയ്യിൽ ഓൾറെഡി ഓക്സിലറി വെർബ് ഉണ്ട്, അപ്പൊ അവർ അതങ്ങ് എടുത്ത് കൊടുത്തേച്ചാൽ മതി. അപ്പൊ നമുക്ക് ആ സെന്റൻസുകളെ ക്വസ്റ്റ്യൻ ആക്കുമ്പോഴോ നെഗറ്റീവ് ആക്കുമ്പോഴോ ക്വസ്റ്റ്യൻ ടാഗ് ആക്കുമ്പോഴോ ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം അവരുടെ കയ്യിൽ ഓൾറെഡി എക്സ്ട്രാ ഓക്സിലറി വെർബ് ഉണ്ട്, അതങ്ങ് എടുത്ത് കൊടുത്താൽ മതി. പക്ഷെ ഈ 3 ആൾക്കാരാണെങ്കിലോ, ഇവരുടെ കയ്യിൽ ഓക്സിലറി വെർബ് ഇല്ലല്ലോ, എന്റെ കയ്യിൽ ഇല്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്റെ കയ്യിലുള്ളതിനെ പൊട്ടിച്ച് പകുതിയായിട്ട് കൊടുക്കണം, അല്ലെ? എന്റെ കൂട്ടുകാരി വരുമ്പോ എന്റെ കയ്യിൽ ആകെ ഒരു ചോക്ലേറ്റേ ഉള്ളെങ്കിൽ ഞാൻ അത് പൊട്ടിച്ച് പുതുതായിട്ട് കൊടുക്കും. കൊടുക്കുവോ ഇല്ലയോ? കൊടുക്കും. അതുപോലെ ഇവിടെ ഈ സെന്റൻസുകൾ, ഇതുള്ള സെന്റൻസുകളിൽ V1ന്റെയും S-ന്റെയും V2ന്റെയും കൂടെ പൊതുവെ ഓക്സിലറി വെർബ് ഉണ്ടാവാറില്ല. പക്ഷെ ചില കേസുകളിൽ നമുക്ക് എന്ത് ആവശ്യം വരും? ഓക്സിലറി വെർബ് ആവശ്യം വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലുള്ളതിനെ മുറിച്ച് അങ്ങോട്ട് കൊടുക്കും. ക്ലിയർ ആണോ? ഇനി എങ്ങനെയാ മുറിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ V1ഉം S-ഉം V2 മാത്രം മതിയല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടെ എഴുതുവാണേ. നമുക്ക് ഈറ്റ് എടുക്കാം തൽക്കാലത്തേക്ക്, അല്ല വേണ്ട റൈറ്റ് എടുക്കാം, അതിലെ ഒരു എളുപ്പം. വെർബിന്റെ ബേസ് ഫോം എന്തുവാണ്? വെർബിന്റെ ബേസ് ഫോം ഉണ്ട്, V1 ഉണ്ട്, S ഉണ്ട്, V2 ഉണ്ട്. ഇത്രയും നമുക്ക് വേണ്ടുള്ളൂ, അല്ലെ? അപ്പൊ നമുക്ക് വെർബിന്റെ ബേസ് ഫോം ആയിട്ട് റൈറ്റ് എടുത്തു എന്നിരിക്കട്ടെ. റൈറ്റ് ഉണ്ട്. റൈറ്റിന്റെ V1 എന്തുവാ? റൈറ്റ് തന്നെയാണ്. S ഫോം എന്തുവാ? റൈറ്റ്സ് ആണ്. V2 എന്തുവാണ്? റോട്ട് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ അങ്ങോട്ട് പിരിക്കണം. എന്തുകൊണ്ടാ? നമുക്ക് ഓക്സിലറി വെർബ് ഇല്ല. നമുക്ക് ആവശ്യം വരുന്ന കേസുകളിലുണ്ട്. ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഓക്സിലറി വെർബ് ആവശ്യം വരും. അപ്പൊ നമ്മളെ തന്നെ നമ്മൾ അങ്ങ് മുറിക്കും, അല്ലെ? നമ്മുടെ കയ്യിലെ ചോക്ലേറ്റ് അങ്ങോട്ട് പൊട്ടിക്കും. പൊട്ടിക്കുമ്പോ ഈ റൈറ്റിനെ അങ്ങോട്ട് മുറിച്ചു. മുറിച്ചതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് വെട്ടിട്ടേക്കണത്. അപ്പൊ മുറിച്ചു കഴിഞ്ഞാൽ ഒരു ചോക്ലേറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ 2 കഷ്ണങ്ങളേ ഉള്ളൂ. ആ ചോക്ലേറ്റ് ഇല്ല. അതെപ്പോഴും ഓർമ്മയുണ്ടാവണം. റൈറ്റിനെ മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ റൈറ്റ് എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല. പിരിച്ച 2 കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണേ. പിരിച്ച 2 കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ പിരിക്കുമ്പോ, റൈറ്റിനെ പിരിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഡൂയും ഇതിന്റെ ബേസ് ഫോമും എഴുതും. ബേസ് ഫോം എന്താ? റൈറ്റിന്റെ ബേസ് ഫോം റൈറ്റ് തന്നെയാണ്. ഒന്നുകൂടെ പറയാം. നമ്മുടെ കയ്യിലുള്ള ചോക്ലേറ്റ് പിരിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള വെർബിനെ പിരിച്ച് നമുക്ക് ഓക്സിലറി വെർബ് കിട്ടണം. അപ്പൊ ഡു എന്നുള്ള പറഞ്ഞ ഓക്സിലറി വെർബായിട്ട് മാറും. അപ്പൊ ഏത് വെർബിനെ ഇങ്ങനെ പിരിക്കുവാണെങ്കിൽ നമുക്ക് ഡൂയും അതുപോലെ അതിന്റെ കൂടെ അതേ വെർബിന്റെ ബേസ് ഫോമും കിട്ടും. ഡൂയും റൈറ്റും കിട്ടും. ഇവിടെ ആണെങ്കിലോ പിരിച്ചിട്ട് ഡസ്. എന്തുകൊണ്ടാ ഡസ് ആയത്? ഇവിടെ റൈറ്റ് ആയിരുന്നു, അത് ഇവിടെ വന്നപ്പോ റൈറ്റ്സ് ആയി. അതുപോലെ ഡു ഇവിടെ വന്നപ്പോ ഡസ് ആയി. അത്രയേ ഉള്ളൂ. ഇനി അതും റൈറ്റും കിട്ടും. എന്തുകൊണ്ടാ റൈറ്റ് വന്നേ? ബേസ് ഫോമിലോട്ട് പിരിച്ചു, അല്ലെ? പിരിക്കുമ്പോ എപ്പോഴും ആലോചിക്കണം, ഒരു ഓക്സിലറി വെർബും അതിന്റെ ബേസ് ഫോമും കിട്ടും. ഡൂയും ബേസ് ഫോമും. എസിനെ പിരിച്ചപ്പം ഡസും ബേസ് ഫോമും. V2നെ പിരിച്ചപ്പം ഡിഡും ബേസ് ഫോമും റൈറ്റും വന്നു. അതെന്തുകൊണ്ടാ? ഡൂവിന്റെ V2 ഡിഡ് ആണ്, അതുകൊണ്ട്. ഡൂവിന്റെ S ഫോം ഡസ് ആണ്, അതിന്റെ V2 ഡിഡ് ആണ്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഓക്സിലറി വെർബിന് ആവശ്യമുള്ളപ്പോൾ നമ്മൾ പിരിക്കും. റൈറ്റിനെ പിരിക്കുമ്പോൾ ഡൂയും റൈറ്റും കിട്ടും. റൈറ്റിനെ പിരിക്കുമ്പോൾ ഡസും റൈറ്റും കിട്ടും. റോട്ടിനെ പിരിക്കുമ്പോൾ ഡിഡും റൈറ്റും കിട്ടും. ഇത്രയാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതുപോലെ വേറൊരെണ്ണം കൂടെ പിരിച്ചാലോ? പിരിക്കാം, അല്ലെ? ഏതിനെ പിരിക്കും? ഈറ്റിനെ പിരിക്കാം. ഞാൻ ഈറ്റ് അല്ലേ വേറെ എക്സാമ്പിൾ തന്നത്. ഈറ്റിനെ പിരിക്കാം. ഈറ്റ് എന്തുണ്ടാകും? ബ്ലാക്ക് കളർ തന്നെ എഴുതാം, അല്ലെ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ കൂടെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്ക് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതുപോലെ അറിയാത്തവരുണ്ടെങ്കിലോ, നമ്മൾ നോളജ് ഷെയർ ചെയ്യുമ്പോൾ അത് ഇൻക്രീസ് ആയി വരും. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കമന്റ് കൂടെ ചെയ്യണേ.
ഓക്കെ. അപ്പം ഈറ്റ് ഉണ്ട്. ഈറ്റിന്റെ ബേസ് ഫോം ഈറ്റ് ആണ്. അതിന്റെ എസ് ഫോം ഈറ്റ്സ് ആണ്. V2 എന്താണ്? ഈറ്റൺ ആണ്. ഇനി ഇതിനെ അങ്ങോട്ട് സോറി, V2 8 ആണേ. V2 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോ നമുക്ക് ഇതിനെ അങ്ങോട്ട് പിരിക്കാലോ. പിരിക്കുന്ന എന്തിനാ? നമുക്ക് ഓക്സിലറി വെർബ് ആവശ്യം വരുമ്പോൾ നമ്മൾ ഇതിനെ പിരിക്കും. പിരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആദ്യം V1 പിരിക്കുമ്പോ ഡു കിട്ടും, പിന്നെ ഒരു ഈറ്റും കിട്ടും അല്ലേ? ഈറ്റ്സിനെ പിരിക്കുമ്പോ ഇവിടെ ഡസ്, അതുപോലെ ഡൂവിന്റെ എസ് ഫോം ഡസ് കിട്ടണം, പിന്നെ ബേസ് ഫോം ആയിട്ട് ഈറ്റും കിട്ടണം. അതുപോലെ 8നെ പിരിക്കുമ്പോ ഡിഡും ഈറ്റും കിട്ടണം. ക്ലിയർ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. വേർബിന്റെ ബേസ് ഫോം V1, എസ് ഫോം V2 അല്ലെ? ഏത് എക്സാമ്പിൾ എടുക്കും? റൺ എടുക്കാം അല്ലെ? റൺ ഒരു രസല്ലേ? റണ്ണിന്റെ ബേസ് ഫോം റൺ തന്നെയാണ്. അതിന്റെ V1 റൺ തന്നെയാണ്. എസ് ഫോം എന്ന് പറഞ്ഞാൽ റൺസ് ആണ്. V2 എന്താ? റാൻ ആണ്. ഇനി ഇത് പിരിക്കണല്ലോ. പിരിക്കുമ്പോ എങ്ങനെ കിട്ടും? പിരിക്കുമ്പോ പിരിച്ചു നോക്കാം അല്ലെ? അപ്പൊ അറിയാം. ഓക്കെ, ഇതിനെ പിരിക്കുമ്പോ ഡു കിട്ടും, പിന്നെ ഇതിന്റെ ബേസ് ഫോം ആയിട്ടുള്ള റണ്ണ് കിട്ടും. ഇതിനെ പിരിക്കുമ്പോ ഡസ് കിട്ടും, പിന്നെ ഇതിന്റെ ബേസ് ഫോം ആയിട്ടുള്ള റണ്ണ് കിട്ടും. ഇവിടെ ഇതിനെ പിരിക്കുമ്പോ ഡിഡ് കിട്ടും, പിന്നെ ഇതിന്റെ ബേസ് ഫോം ആയിട്ടുള്ള റണ്ണും കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പിരിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞൊരു കേസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ഭാഗം ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു വെർബ് എടുത്ത് അതിന്റെ 3 ഫോംസ് ഇതുപോലെ പിരിക്കാം. V1, S, V2 ഇതിനെ 3നെയും പിരിച്ചിട്ട് കമന്റ് സെക്ഷനിൽ എഴുതാം. ഒരെണ്ണം മതി. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സമയം എടുക്കും? വളരെ തുച്ഛമായ സമയം എടുക്കുള്ളൂ. ഒരു മിനിറ്റ് മാക്സിമം എടുക്കും. ആ സമയം കൊണ്ട് എന്ത് ചെയ്യാം? ഒരു വെർബ് എടുക്കുക, അതിനെ V1 സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക, V2 സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക, എസ് ഫോമിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ഇനി ഞാൻ ഇവിടെ പറഞ്ഞു, നമ്മൾ ഒരു ചോക്ലേറ്റിനെ പൊട്ടിച്ചിട്ടാണ് ഈ 2 ചോക്ലേറ്റ് ആക്കി മാറ്റുന്നത്. അഥവാ നമ്മൾ ഒരു വെർബിനെ പിരിച്ചിട്ടാണ് 2 എണ്ണം ആക്കി മാറ്റുന്നത്. ഡൂവും റണ്ണും, ഡസും റണ്ണും, ഡിഡും റണ്ണും ആക്കി മാറ്റണം അല്ലേ? ഇത് എപ്പോഴാ നമ്മൾ ചെയ്യാ? നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രമേ ചെയ്യുള്ളൂ. അത് എപ്പോഴും ഓർമ്മയുണ്ടാവണം. എക്സാമ്പിൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൂട്ടുകാരൻ വീട്ടിൽ വന്നാൽ മാത്രമേ ആ മുട്ടായി പിരിക്കേണ്ട കാര്യമുള്ളൂ. നമ്മുടെ കൂട്ടുകാരൻ വീട്ടിൽ വരുവാണെങ്കിൽ മാത്രമേ ആ ചോക്ലേറ്റ് പൊടിച്ച് 2 എണ്ണം ആക്കേണ്ട കാര്യമുള്ളൂ. അല്ലാത്തപ്പോ വേണോ? വേണ്ട. അതായത് ചുമ്മാ ഒരു സെന്റൻസിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പിരിക്കാനൊന്നും പറ്റില്ല. ആവശ്യമുള്ള കേസുകളുണ്ട്. ഞാൻ പറഞ്ഞു, ചോദ്യങ്ങൾ ഉണ്ടാക്കേണ്ട കേസുകള്, പിന്നെ നമ്മുടെ നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കേണ്ട കേസുകളില്, ക്വസ്റ്റ്യൻ ടാഗിന്റെ കേസുകളില്, അപ്പോഴൊക്കെ മാത്രം പിരിച്ചാൽ മതി. അല്ലാതെ അനാവശ്യമായിട്ട് പിരിക്കാൻ പോകരുത്. ഓക്കെ? പിന്നെ പിരിച്ചു കഴിഞ്ഞാൽ ഈ ഒറിജിനൽ സാധനം പിന്നെ അവിടെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് വെട്ടിയിട്ടേക്കണം. അപ്പോ ഇനി റൺസ് പിരിച്ചിട്ട് ഡസും റൺസും ആന്ന് പറയുവോ? ഇല്ല. കാരണം എന്താ? റൺസ് എന്ന് പറഞ്ഞ സാധനത്തിന് പിരിച്ചു കഴിഞ്ഞാൽ ആ സാധനവും പിന്നെ അതിന്റെ ബേസ് ഫോമോ ഉണ്ടാവണ്ടേ അല്ലേ? ബേസ് ഫോം റൺ ആണ്. ക്ലിയർ ആണോ? അപ്പോ എക്സാമ്പിൾ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിലേ നമ്മൾ ഷീ റൺസ് എന്ന് പറഞ്ഞാ അതിന് പകരം ഷീ ഡസ് റൺ എന്ന് എഴുതാൻ പാടുണ്ടോ? പാടില്ല, എഴുതാൻ പാടില്ല. ഞാൻ പറഞ്ഞു, ആവശ്യമുള്ളപ്പോ നമ്മൾ ചോദിക്കും, അപ്പൊ മാത്രം പിരിച്ചാ മതി. അല്ലാതെ അനാവശ്യമായിട്ട് കൊണ്ടുപോയി ഇങ്ങനെ പിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എപ്പോഴാ ആവശ്യം വരുവാ? ക്വസ്റ്റ്യൻ ആക്കാൻ നേരത്ത് നമുക്ക് പിരിക്കേണ്ട ആവശ്യം വരും, അപ്പൊ പിരിക്കാം. നെഗറ്റീവ് ആക്കേണ്ട സമയത്ത്, സെന്റൻസ് നെഗറ്റീവ് ആക്കാൻ നേരത്ത് പിരിക്കേണ്ട ആവശ്യം വരും, അപ്പൊ പിരിക്കാം. അതുപോലെ വേറെ എപ്പോഴാ ആവശ്യം വരുവാ? ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ നേരത്തെ ആവശ്യം വരും. അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പിരിച്ചാൽ മതി, അല്ലാതെ ചുമ്മാ പിരിച്ചെഴുതി വെക്കരുത്. ഓക്കെ അല്ലേ? ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം പറഞ്ഞായിരുന്നു. എന്താ അത്? 90% കേസുകളിലും വെർബിന്റെ ബേസ് ഫോമും V1 സെയിം ആയിരിക്കും അല്ലെ? നമ്മളിപ്പോ കണ്ട കേസുകളിലൊക്കെ അങ്ങനെയായിരുന്നു. ഇനി ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കേസ് ഉണ്ട്. അത് പറയട്ടെ? അത് ഏതാണെന്ന് അറിയാവോ? അപ്പൊ അതിന്റെ എല്ലാ ഫോംസും ഞാൻ എഴുതി തരാം. അതായിരിക്കും നന്നാവുക. V3യും ING. ഓക്കെ? അതിന്റെ ബേസ് ഫോം B,
ആയിരിക്കുന്ന അവസ്ഥേനെ കാണിക്കുന്ന വെർബാണ് ബി. അപ്പോ വെർബിന്റെ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്: ആക്ഷൻ, സ്റ്റേറ്റ് ഓഫ് ബീങ് ആൻഡ് പൊസിഷൻ. അപ്പൊ ആ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്കും ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അതൊന്ന് കണ്ടേരെ കേട്ടോ. ബി എന്ന് പറയുന്ന ഒരു വെർബാണ്, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥേനെ കാണിക്കുന്ന ഒരു വെർബാണ്. ഇതിന്റെ ബേസ് ഫോം, ഇത് വെർബിന്റെ ബേസ് ഫോം ആണ്. ഇതിന് ആക്ച്വലി നമുക്ക് എസ് ഫോം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ പറ്റില്ല. V1, V2, V3 ING ഫോമും അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തൊക്കെയാ? V1, V2, V3, V2, V3 ING ഫോം. അതിന് കാരണം ഞാൻ പറയാവേ. ഓക്കെ, അപ്പൊ നമ്മൾ ബി എന്ന് പറഞ്ഞ ബേസ് ഫോം എഴുതി. ഇതിന്റെ V1 ആണ് ഈസ്, ആം, ആർ. അതായത് പ്രസന്റ് ടെൻസിൽ നമുക്ക് ഈസ് ഉപയോഗിക്കാം, ആം ഉപയോഗിക്കാം, ആർ ഉപയോഗിക്കാം. മൂന്നും മാറി മാറി വരും. അപ്പൊ നമുക്ക് V1S എന്ന് മാത്രം എഴുതിയ ആമിനെ അവിടെ ചേർക്കും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. അതുപോലെ ഇതിന്റെ V2 പാസ്റ്റ് ടെൻസ് ആണ്, വാസും വേറും. ഇതിന്റെ V3 ആണ് ബീങ്. ING ഫോം നമ്മൾ എന്താ ആദ്യം പഠിച്ചത്? ബേസ് ഫോമിന്റെ കൂടെ ING ചേർത്താൽ മതി. അപ്പം ബി എന്നുള്ളത് ബേസ് ഫോം ആണ്, അതിന്റെ ING BEING. ക്ലിയർ ആണോ? അപ്പോ ഒരു വെർബിന് ബേസ് ഫോം ഉണ്ട്, V1 ഉണ്ട്, V2 ഉണ്ട്, V3 ഉണ്ട്, ING ഉണ്ട്. അതിലൊരു 90% കേസുകളിലും വെർബിന്റെ ബേസ് ഫോമും അതിന്റെ ING V1ഉം സെയിം ആയിരിക്കും. പക്ഷെ ഇവിടെ എന്ത് പറ്റി? ഇവിടെ ഡിഫറെന്റ് ആണ്. ബി എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് ഫോം ആണ്, V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസാമാർ ആണ്, V2 എന്ന് പറഞ്ഞാൽ വാസും വേറും ആണ്, V3 എന്ന് പറഞ്ഞാൽ ബീൻ ആണ്, ING ഫോം BEING ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ. സ്പ്ലിറ്റ് ചെയ്യാൻ പഠിച്ചല്ലോ. സ്പ്ലിറ്റ് ചെയ്യാൻ പഠിക്കണത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭയങ്കര എളുപ്പമായിട്ട് മാറും. അപ്പൊ ഞാൻ ഇതുപോലെ ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, വീഡിയോ ആയിട്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. അതിന്റെ എല്ലാത്തിന്റെ ലിങ്ക് നിങ്ങൾക്ക് എന്റെ ചാനലിൽ പോയാൽ കിട്ടും. പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ശരിക്കും നോക്കി വെച്ചാൽ മതി. ഇനി ഇതിന്റെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ഞാൻ എന്റെ വെബ്സൈറ്റിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വെർബ്, അതിന്റെ 3 ഫോംസ്, അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതുന്നതെന്ന്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്താലോ? ഞാൻ പഠിപ്പിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കുന്ന നല്ലതായിരിക്കത്തില്ലേ? ഓക്കെ, നമ്മൾ ആദ്യം പഠിച്ചത് വെർബിന്റെ ഫോംസ് ആണ്. ബേസ് ഫോം ഉണ്ട്, V1 ഉണ്ട്, V2 ഉണ്ട്, V3 ഉണ്ട്, ING ഉണ്ട്. അപ്പൊ ഈ V1, S, V2 ഈ മൂന്നിന്റെ കൂടെ ഓക്സിലറി വെർബ് ഉണ്ടാവൂല. അപ്പൊ നമുക്ക് ചില സമയങ്ങളിൽ ആവശ്യം വരും. ആവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പിരിച്ച് അതിന് ഓക്സിലറി വെർബ് ഉണ്ടാക്കും. അതേസമയത്ത് V3ക്കും INGയുടെയും കൂടെ എപ്പോഴും ഓക്സിലറി വെർബ് ഉണ്ടാവും. സോ അതിനെ പിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇല്ലാത്തപ്പോഴല്ലേ നമ്മൾ പിരിക്കുക. സോ ഈ 3 ഫോംസിനെ പിരിക്കും. എങ്ങനെയാ പിരിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെർബിന്റെ V1നെ പിരിക്കുമ്പോൾ നമുക്ക് ഡൂയും വെർബിന്റെ ബേസ് ഫോമും കിട്ടും. എസ് ഫോമിനെ പിരിക്കുമ്പോൾ ഡസും വെർബിന്റെ ബേസ് ഫോമും കിട്ടും. സോറി, ഡസും വെർബിന്റെ ബേസ് ഫോമും കിട്ടും. റോട്ടിനെ പിരിക്കുമ്പോൾ ഡിഡും അതിന്റെ ബേസ് ഫോമും കിട്ടും. ഈറ്റിനെ പിരിക്കുമ്പോൾ ഡൂയും അതിന്റെ ബേസ് ഫോമും കിട്ടും. ഈറ്റിനെ പിരിക്കുമ്പോൾ ഡസും അതിന്റെ ബേസ് ഫോമും കിട്ടും. എയ്റ്റിനെ പിരിക്കുമ്പോൾ ഡിഡും അതിന്റെ ബേസ് ഫോമും കിട്ടും. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ. ഇനി 90% കേസുകളിലും വെർബിന്റെ ബേസ് ഫോമും V1ഉം സെയിം ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വെർബിന്റെ ബേസ് ഫോമും V1ഉം ഡിഫറെന്റ് ആണ്. ഇവിടെ ബി ആണ് ബേസ് ഫോം. ആയിരിക്കുന്ന അവസ്ഥനെ കാണിക്കുന്നതാണേ. ഐ ആം എ ടീച്ചർ, ഞാൻ ഒരു ടീച്ചറാണ്. ഷീ ഈസ് എ ടീച്ചർ, അവൾ ഒരു ടീച്ചറാണ്. സോ അവൾ ആയിരിക്കുന്ന അവസ്ഥനെ കാണിക്കുന്ന വെർബല്ലേ, അതാണ് സ്റ്റേറ്റ് ഓഫ് ബീങ്ങിനെ കാണിക്കുന്ന വെർബ് എന്ന് പറയുന്നത്. അപ്പൊ ആയിരിക്കുന്ന അവസ്ഥ എന്നുള്ള മീനിങ്ങിലാണ് ബി വരുന്നത്. ഈസാമാർ അതിന്റെ V1 ആണ്, വാസും വേറും അതിന്റെ V2 ആണ്, V3 എന്ന് പറഞ്ഞാൽ ബീൻ ആണ്, ING ഫോം ബീങ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തേരെ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഷെയറും കൂടെ ചെയ്തേക്കുക. Thank you so much for watching and have a great day. May God bless you all. Bye bye. Ta-ta.